ഹു ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ്? ഒരു കോൺട്രാക്റ്റ് പെർഫോമൻസ് ആർക്കൊക്കെയാണ് ഡിമാൻഡ് ചെയ്യാൻ സാധിക്കുന്നത്? അത് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ആകെ ഒരാൾക്കേ ഉള്ളൂ, പ്രോമിസിക്ക. ഇനി ഹു ക്യാൻ പെർഫോം എ കോൺട്രാക്ട്? ആർക്കൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിന്റെ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുന്നത്, പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ ആദ്യം അത് ഡിസ്കസ് ചെയ്യും. അവിടെ എന്താണ്? പേഴ്സൺസ് എൻറ്റൈറ്റിൽഡ് ടു പെർഫോം എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ ആർക്കൊക്കെയാണ് റൈറ്റ് ഉള്ളത്? പേഴ്സൺസ് എൻറ്റൈറ്റിൽഡ് ടു പെർഫോം എ കോൺട്രാക്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ആർക്കാ വരുന്നത്? ജനറലി ഫസ്റ്റ് ദി പ്രോമിസർക്കാണ് പെർഫോം ചെയ്യാനുള്ള ഏറ്റവും ബാധ്യത വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഓബ്ലിഗേഷൻ പ്രോമിസർക്കാണ്. പ്രോമിസറിന്റെ ഓബ്ലിഗേഷൻ കഴിഞ്ഞാൽ മാത്രമേ മറ്റാളുകൾക്ക് ഓബ്ലിഗേഷൻ ഉണ്ടാകുന്നുള്ളൂ. ഇഫ് ദി പെർഫോമൻസ് ഇൻവോൾവ് സം പേഴ്സണൽ സ്കിൽ, പ്രോമിസറിന്റെ പേഴ്സണൽ സ്കിൽ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ഒൺലി ദി പ്രോമിസർ ക്യാൻ പെർഫോം. പ്രോമിസർക്ക് മാത്രമേ അത് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, എഗ്രിമെന്റ് ടു പെയിന്റ് ദി പിക്ചർ ഓഫ് ദി അതർ പേഴ്സൺ. എ എഗ്രീസ് ടു പെയിന്റ് ദി പിക്ചർ ഓഫ് ബി. അവിടെ എന്താ? അവിടെ ആ എയുടെ പേഴ്സണൽ സ്കിൽ അതിൽ ഇൻവോൾവ് ആണ്. സോ നോബഡി എൽസ് ക്യാൻ പെർഫോം ദാറ്റ്. So if the performance involve the personal skill, then only the promiser can perform, nobody else. മറ്റാർക്കും അതിൻ്റെ അകത്ത് പെർഫോം ചെയ്യാൻ റൈറ്റ് വരുന്നില്ല. Then രണ്ടാമത്, the legal representative of the promiser. അവിടെ എപ്പോഴാണത് വരുന്നത്? പ്രോമിസർ എന്തെങ്കിലും കാരണവശാൽ പെർഫോം ചെയ്യാനുള്ള ഒരവസ്ഥയിലല്ല. പെർഫോമൻസ് ഡസ് നോട്ട് ഇൻവോൾവ് എനി പേഴ്സണൽ സ്കിൽ. പേഴ്സണൽ സ്കിൽ ആവശ്യമില്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ ദി ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി പ്രോമിസർ ക്യാൻ ഓൾസോ പെർഫോം. പ്രോമിസറിന്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് വേണമെങ്കിൽ പെർഫോം ചെയ്യാം, പ്രൊവൈഡഡ് ദി പെർഫോമൻസ് ഡസ് നോട്ട് ഇൻവോൾവ് ദി പേഴ്സണൽ സ്കിൽ. വ്യക്തിപരമായ കഴിവുകൾ ഉൾപ്പെടുന്നില്ല എങ്കിൽ ദെൻ ഇവിടെ ലീഗൽ റെപ്രസെൻറ്റേഷൻ ലയബിലിറ്റി എന്താ? ലയബിലിറ്റി ഇസ് ലിമിറ്റഡ് ടു ദി വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് ദി ഡിസീസ് പ്രോമിസർ ഇൻഹെറിറ്റഡ് ബൈ ദം. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ആ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഇൻഹെറിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ മാത്രമായിരിക്കും അവരുടെ ബാധ്യത വരുന്നത്. ഇപ്പം വാല്യൂവിനേക്കാളും കൂടുതൽ വരുന്ന ഒരു എമൗണ്ടിനാണ് പെർഫോമൻസ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കാൻ ഒരു ബാധ്യത വരുന്നതെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് അതിൻ്റെ ഒരു ബാധ്യത ഉണ്ടാകുന്നില്ല. മൂന്നാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദി ഏജന്റ് ഓഫ് ദി പ്രോമിസർ. ഇവിടെയും എന്താ? ഇഫ് ദി പെർഫോമൻസ് ഡസ് നോട്ട് ഇൻവോൾവ് ദി പേഴ്സണൽ സ്കിൽ ഓഫ് ദി പ്രോമിസർ, ദെൻ ഇറ്റ് ക്യാൻ ബി പെർഫോം ബൈ ദി ഏജന്റ് ഓഫ് ദി പ്രോമിസർ. പ്രോമിസറിന്റെ ഏജന്റിനും പെർഫോം ചെയ്യാം, പ്രൊവൈഡഡ് ദി പെർഫോമൻസ് ഡസ് നോട്ട് ഇൻവോൾവ് ദി പേഴ്സണൽ സ്കിൽ ഓഫ് ദി പ്രോമിസർ. പ്രോമിസറിന്റെ പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല എങ്കിൽ പ്രോമിസറിന്റെ ഏജന്റിനും പെർഫോം ചെയ്യാം, അതിന് വാലിഡിറ്റി ഉണ്ടാകും. ദെൻ ബൈ എനി തേർഡ് പേഴ്സൺ പ്രൊവൈഡഡ് ദി പ്രോമിസി അക്സെപ്റ്റ് ദി പെർഫോമൻസ്. So a contract can be performed by a third person instead of the promiser if the promisee accept that performance. Once the promisee accept the performance, then afterwards he cannot go for any complaint. പിന്നീട് പ്രോമിസിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റില്ല, റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല പെർഫോമൻസ്. ഇങ്ങനെയുള്ള ഒരു 4 ആളുകൾക്കാണ്. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദി പ്രോമിസർ ഹിംസെൽഫ്. സെക്കൻഡ്ലി ദി ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി പ്രോമിസർ. തേർഡ്ലി ദി ഏജന്റ് ഓഫ് ദി പ്രോമിസർ. ഫോർത്ത്ലി എ തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സന്റെ കാര്യത്തിൽ പ്രൊവൈഡഡ് ദി പ്രോമിസി അക്സെപ്റ്റ് ദി പെർഫോമൻസ്. ഈ 4 കാര്യം ഓർത്തിരിക്കുക. ഇനി ഹു ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ്, അല്ലെങ്കിൽ പേഴ്സൺസ് എൻറ്റൈറ്റിൽഡ് ടു ഡിമാൻഡ് പെർഫോമൻസ്. അവിടെ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്താ? ടു ഹൂം ദി പ്രോമിസ് ഈസ് മെയ്ഡ്. പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ക്യാൻ ബി ഡിമാൻഡഡ് ഓൺലി ബൈ ദി പേഴ്സൺ ടു ഹൂം ദി പ്രോമിസ് ഈസ് മെയ്ഡ്. ദാറ്റ് മീൻസ് only the promisee can demand the performance. Even if the contract is entered for the benefit of a third party, that third party cannot demand the performance.
only the promisee can demand performance. അതാണ് അതിൻ്റെ റൂള് പറയുന്നത്. only the promisee can demand performance. ഇനി however, if the promisee dies, promisee മരിക്കുകയാണ് എങ്കിൽ his legal heirs or legal representative can demand the performance. promisee മരിക്കുന്ന ഒരു കേസിൽ മാത്രമേ ഉള്ളൂ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഡിസീസ് പ്രോമിസി ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ്. നമ്മൾ അത്രയും ഈ കാര്യത്തിൽ ഓർത്തിരുന്നാൽ മതി. പ്രോമിസിക്കാണ് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. പ്രോമിസി മരിക്കുകയാണ് എങ്കിൽ ആ പ്രോമിസിയുടെ പ്രോമിസിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാം. ദെൻ ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ്. ടൈം ആൻഡ് പ്ലേസ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്. ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ സെക്ഷൻ 46 to 50 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഒരു കോൺട്രാക്റ്റിൻ്റെ ടൈമും പ്ലേസും ആ പെർഫോമൻസ് സെക്ഷൻ 46 to 50 ഈ സെക്ഷനുകളിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ദെൻ ആദ്യത്തേത് ഈ where the time for the performance is not specified. അതെന്താ, പെർഫോമൻസിൻ്റെ സമയം സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ, അത് സെക്ഷൻ 46 തന്നിരിക്കുന്നത്. where the time for the performance is not specified, then the performance should be made within a reasonable time, and this reasonable time varies from contract to contract. It depends on the terms and conditions of each contract. Where the time of the performance is not given in the contract or not mentioned in the agreement, then it must be performed within a reasonable time as per section 46. Then second one, where the time is fixed for the performance. Time fixed ചെയ്തിട്ടുണ്ട് എങ്കിൽ സെക്ഷൻ 47 പ്രകാരം the performance must be made at the stipulated time, fixed time. ആ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ അത് കൊടുത്തിരിക്കണം, വിതൗട്ട് എനി ചേഞ്ച്. അപ്പം ആ കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് പെർഫോം ചെയ്യുക. പിന്നെ ടൈം ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനെ റീസണബിൾ ടൈം, ആ റീസണബിൾ ടൈം ഓരോ കോൺട്രാക്റ്റിലും സാഹചര്യം അനുസരിച്ച് വ്യത്യസ്തമായിട്ട് വരാം. Then 3, where the contract fixes the hour of performance. ഇനി ആ എക്സാക്ട് അവർ ഓഫ് പെർഫോമൻസ് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ the contract must be performed at the exact time, perform at or before the hour mentioned. ഒരു നിശ്ചിത സമയം പറയുന്നുണ്ട്, ഓൺ ഓർ ബിഫോർ 3 PM ട്യൂസ്ഡേ 3 മണിക്ക് മുമ്പ്. 3 മണി കഴിയാൻ പാടില്ല, 3 മണിക്കോ അതിന് തൊട്ട് മുമ്പോ അത് പെർഫോം ചെയ്തിരിക്കണം. എക്സാക്ട് ടൈം പറയുന്നുണ്ടെങ്കിൽ ആ എക്സാക്ട് ടൈമിനോ അല്ലെങ്കിൽ അതിന് മുമ്പോ പെർഫോം ചെയ്യുക. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് പെർഫോമൻസ് ഓൺ സർട്ടൺ ഡേ ആൻഡ് പ്ലേസ്. ഇനി ഏതെങ്കിലും ഒരു പ്ലേസും ഡേയും പറയുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഡേയിലും പ്ലേസിലും വെച്ച് പെർഫോം ചെയ്യണം. ദറ്റ് ഈസ് ആസ് പെർ സെക്ഷൻ 48. ദെൻ വേർ ദി പ്ലേസ് ഓഫ് പെർഫോമൻസ് ഈസ് നോട്ട് സ്പെസിഫൈഡ്. പ്ലേസ് ഓഫ് പെർഫോമൻസ് സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ പ്രോമിസിയുടെ താല്പര്യപ്രകാരം ഒരു പർട്ടിക്കുലർ പ്ലേസിൽ അതിൻ്റെ പെർഫോമൻസ് നടത്തുക. where the place of performance is not fixed in the contract and the promiser has to perform the promise without demand by the promisee. promiser എന്താ, പ്രോമിസറുടെ ഡിമാൻഡ് ഇല്ലാതെയാണ് പെർഫോം ചെയ്യേണ്ടതെങ്കിൽ then the promiser apply to the promisee to fix a reasonable place. അപ്പം അങ്ങനെ വരുന്ന കേസിൽ എന്താ, പ്രോമിസിയെ സമീപിക്കണം ഒരു പ്ലേസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ പ്രോമിസി ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലേസിൽ വേണം കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് നടപ്പിലാക്കുന്നതിന്. ദെൻ where the manner and time of performance is prescribed by the promisee. അപ്പം manner and time and place is performance promisee ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പെർഫോമൻസ് നടത്തുക. ഇതാണ് നമുക്ക് എന്താ ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസുമായിട്ട് ഈ പറയുന്ന 6 പോയിന്റുകളാണ് ഓർത്തിരിക്കേണ്ടത്. ദെൻ നമ്മളൊരു അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ് ആണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ്. എന്താ, ഒരു ക്രെഡിറ്ററിൽ നിന്ന് ഡെറ്റർ പലപ്പോഴായിട്ട് പണം കടം വാങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന കേസിൽ ഡെറ്റർ കൊടുക്കുന്നു, ഇപ്പോൾ 5-6 തവണ പണം വാങ്ങിയിട്ടുണ്ട്. ഇയാൾ കൊടുക്കുന്ന ആ പണം പലപ്പോഴായിട്ട് വാങ്ങിയിരിക്കുന്ന കടങ്ങളെല്ലാം കൂടെ തീർക്കാനായിട്ട് വരുന്നില്ല എങ്കിൽ, സഫീഷ്യൻ്റ് അല്ല എങ്കിൽ, ഈ കിട്ടിയിരിക്കുന്ന പണം ഏത് രീതിയിലായിരിക്കണം വിഭജിക്കുന്നതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ്.
Sometimes a debtor may owe several debts to the same creditor. Debtor several debts same creditor owe ചെയ്യാം and makes the payment which is not sufficient to discharge all debts. പേയ്മെന്റ് കൊടുത്തു പക്ഷേ എല്ലാ ഡെപ്റ്റും ഡിസ്ചാർജ് ചെയ്യാൻ സഫീഷ്യൻ്റ് അല്ല. ഇൻ സച്ച് കേസ് ദി പേയ്മെന്റ് ഈസ് അപ്രോപ്രിയേറ്റഡ്. അപ്പം അങ്ങനെ വരുന്ന കേസിൽ എന്താ, പേയ്മെന്റ് അപ്രോപ്രിയേറ്റ് ചെയ്യും. അഡ്ജസ്റ്റ് അഗൈൻസ്റ്റ് ഡെറ്റ് ആസ് പെർ സെക്ഷൻ 59 to 61 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ ഈ അപ്രോപ്രിയേഷൻ്റെ റൂൾസ് തന്നിരിക്കുന്നത് സെക്ഷൻ 59 to 61 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്. ദീസ് സെക്ഷൻസ് കണ്ടെയ്ൻ ദി റൂൾസ്. സെക്ഷൻ 59 to 61 കണ്ടെയ്ൻസ് ദി റൂൾസ് ഫോർ ദി അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്. അതിൽ ആദ്യത്തെ റൂൾ എന്താണ്, where the debt to be discharged is indicated by the debtor. സെക്ഷൻ 59 തന്നിട്ടുണ്ട്. ഈ പേയ്മെന്റ് ഓഫ് ഡെറ്റ് ഏത് രീതിയിൽ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ഡെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താ, ദി അപ്രോപ്രിയേഷൻ റൈറ്റ് ഈസ് ഗിവൺ ടു ദി ഡെറ്റർ. അപ്പോൾ പ്രൈമർലി ദി റൈറ്റ് ടു അപ്രോപ്രിയേഷൻ ഈസ് ഗിവൺ ടു ദി ഡെറ്റർ. ആൻഡ് ഈഫ് ഡെറ്റർ ഹാസ് ഇൻഡിക്കേറ്റഡ്, ഡെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ the amount should be appropriated as per the instructions given by the debtor in accordance with section 59. Then secondly, where the debt to be discharged is not indicated by the debtor, where the debt to be discharged is not indicated by the debtor, debtor indication കൊടുക്കുന്നില്ല, debtor ഒന്നും പറയുന്നില്ല എങ്കിൽ as per section 60 creditor may adjust. creditor has liberty to adjust. അവിടെ എന്താ, ക്രെഡിറ്റർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം ആസ് പെർ ഹിസ് വിൽ. ഇപ്പം ഡെറ്റർ ആദ്യം അപ്രോപ്രിയേഷനിൽ പ്രയോറിറ്റി ഡെറ്ററിൻ്റെ താല്പര്യത്തിനാണ്. ഡെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ചെയ്യണം. ഇനി അതല്ല എങ്കിൽ, ഡെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ക്രെഡിറ്റർക്ക് ഈ പണം അല്ലെങ്കിൽ ഈ എമൗണ്ട് അപ്രോപ്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ്ലി ക്രെഡിറ്റർ ക്യാൻ അപ്രോപ്രിയേറ്റ്. ഇനി മൂന്നാമത്, വേർ നൈദർ പാർട്ടി മേക്സ് എനി അപ്രോപ്രിയേഷൻ. ഇനി ഡെറ്ററും ക്രെഡിറ്ററും അപ്രോപ്രിയേഷൻ ഒന്നും നടത്തുന്നില്ല എങ്കിൽ എന്താ വരുന്നത്, ഡെറ്റ് ഹാസ് ടു ബി അഡ്ജസ്റ്റഡ് ഓൺ ദി ക്രോണോളജിക്കൽ ഓർഡർ. ഏതാണോ ആദ്യം, ഏത് തുകയാണോ ആദ്യം കടമായിട്ട് കൊടുത്തത് അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം കൊടുത്ത കടം അഡ്ജസ്റ്റ് ചെയ്യുക. അത് സെക്ഷൻ 61 പ്രകാരമാണ്. ഇനി ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും കൊടുക്കാനുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല, കുറച്ച് പൈസ അടയ്ക്കുക ചെയ്യുന്നത്. അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യം ആ ഇൻട്രസ്റ്റ് ഹാസ് ടു ബി അഡ്ജസ്റ്റഡ് ഫസ്റ്റ്. വെദർ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്, ദെൻ ദി ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഹാസ് ടു ബി അഡ്ജസ്റ്റഡ് ഫസ്റ്റ്. ദാറ്റ് ഈസ്, അത് പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരമാണ്. ഇപ്പോൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിരിക്കണം ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് കവർ ചെയ്തതിനു ശേഷം ബാലൻസ് എമൗണ്ട് മാത്രമേ പ്രിൻസിപ്പലിന് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാമുള്ളൂ. നെക്സ്റ്റ് വി ഷാൽ ഡിസ്കസ് അബൌട്ട് ദി അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട്. അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട്, അസൈൻമെന്റ് ട്രാൻസ്ഫർ ആണ്. അസൈൻ ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ടു അസൈൻ മീൻസ് ടു ട്രാൻസ്ഫർ. അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട് മീൻസ് ട്രാൻസ്ഫർ ഓഫ് ദി കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട് മീൻസ് transfer of the contractual rights and obligations under a contract to a third party. Assignment means transfer of contractual rights and obligations under a contract to a third party, with or without the concurrence of the other party to the contract. കോൺട്രാക്റ്റിലെ ഒരു പാർട്ടി അയാളുടെ റൈറ്റ്സും ഓബ്ലിഗേഷൻസും കോൺട്രാക്റ്റിലെ അടുത്ത പാർട്ടിയുടെ സമ്മതത്തോടു കൂടിയോ അല്ലെങ്കിൽ സമ്മതമില്ലാതെയോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, അതാണ് അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട്സ്. ദെൻ അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട്സ് മേ ടേക്ക് പ്ലേസ് ബൈ, ഏതൊക്കെ രീതിയിൽ അസൈൻമെന്റ് ഉണ്ടാകാം. ദി ആക്ട് ഓഫ് ദി പാർട്ടീസ്, ആദ്യത്തെ മീൻസ് ഓഫ് അസൈൻമെന്റ് എന്താ, അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട് ക്യാൻ ബി ഡൺ ബൈ ദി ആക്ട് ഓഫ് ദി പാർട്ടീസ്. കോൺട്രാക്റ്റിലെ പാർട്ടിക്കാരുടെ പ്രവർത്തനത്തിലൂടെ, പ്രോമിസറിൻ്റെയോ പ്രോമിസിയുടെയോ ആക്ടിലൂടെ കോൺട്രാക്ട് ക്യാൻ ബി അസൈൻഡ്. ദെൻ അതിൽ അസൈൻമെന്റ് ഈസ് സെറ്റ് ടു ടേക്ക് പ്ലേസ് ബൈ ദി ആക്ട് ഓഫ് ദി പാർട്ടീസ് വെൻ ദേ ദംസെൽസ് മേക്ക് ദി അസൈൻമെന്റ്. വൺ, അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ്. ഇപ്പോൾ കോൺട്രാക്ച്വൽ ലയബിലിറ്റീസിൻ്റെ അസൈൻമെന്റിന് സെപ്പറേറ്റ് ആയിട്ട് നിയമങ്ങൾ വരുന്നുണ്ട്. ഫോർ ദി അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് ദി ഫോളോയിങ് റൂൾസ് ഹാസ് ടു ബി ഫോളോഡ്. അതിന് ചില നിയമങ്ങളുണ്ട്. സബ്ജക്ട് ടു ദി ഫോളോയിങ് റൂൾസ്.
താഴെ പറയുന്ന അല്ലെങ്കിൽ ആ നിയമങ്ങൾക്ക് വിധേയമായിട്ട് നമുക്കെന്താ ഒരു കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് അസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കോൺട്രാക്ച്വൽ ഓബ്ലിഗേഷൻസ് ഇൻവോൾവിംഗ് പേഴ്സണൽ സ്കിൽ ഓർ എബിലിറ്റി കനോട്ട് ബി അസൈൻഡ്. അത് ആദ്യത്തെ എന്താ, സെക്ഷൻ 40 പറയുന്നുണ്ട് കോൺട്രാക്ച്വൽ ഓബ്ലിഗേഷൻസ്, ലയബിലിറ്റി ടു പെർഫോം, ഒബ്ലിഗേഷൻസ് ലയബിലിറ്റി ടു പെർഫോം ആണ്. കോൺട്രാക്ച്വൽ ഓബ്ലിഗേഷൻസ് ഓർ കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് വിച്ച് ഇൻവോൾവ് പേഴ്സണൽ സ്കിൽ ഫോർ പെർഫോമൻസ് കനോട്ട് ബി അസൈൻഡ്. ഇപ്പം ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ സ്കിൽ, പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് കനോട്ട് ബി അസൈൻഡ്, അസൈൻ ചെയ്യാൻ പാടില്ല. ഇത് സെക്ഷൻ 40 പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു പാട്ട് പാടാനുള്ള എ കോൺട്രാക്ട് ടു സിംഗ് അല്ലെങ്കിൽ എ കോൺട്രാക്ട് ടു പെയിൻറ്റ് ദി പിക്ചർ ഓഫ് ദി അതർ പേഴ്സൺ, ഇതൊന്നും എന്താ അസൈൻ ചെയ്യാൻ പറ്റുകയില്ല. കോൺട്രാക്ട് ടു ആക്ട് ഇൻ എ ഡ്രാമ, അതും അസൈൻ ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം എന്താ, പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന കോൺട്രാക്ച്വൽ ഓബ്ലിഗേഷൻസ് കനോട്ട് ബി അസൈൻഡ്. That is the first rule regarding the assignment of contractual liabilities. Second one, promisor cannot assign his liabilities or obligations under a contract. പ്രോമിസർക്ക് ഒരിക്കലും എന്താ, പ്രോമിസർ cannot assign his liabilities or obligations. In Indian as well as English law, contractual liabilities or obligations of the contract cannot be transferred to another person. Normally contractual liabilities cannot be transferred. It is to be noted that contractual liabilities of one person under a contract can be transferred in the following cases. ഇതിന് ഒരു എക്സെപ്ഷൻ ആയിട്ട് പറയുന്നത് എന്താ, the promisor may assign his liability with the consent of the promisee to a third party. പ്രോമിസർക്ക് പ്രോമിസിയുടെ പ്രയർ കൺസെന്റോടുകൂടി വേണമെങ്കിൽ കോൺട്രാക്ച്വൽ ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യാം. Promisor can transfer his contractual liability only with the prior consent of the promisee. Promisor അയാളുടെ കോൺട്രാക്ച്വൽ ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ he has to obtain the prior consent of the promisee. പ്രോമിസിയുടെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടി മാത്രമേ ഒരു പ്രോമിസർക്ക് അയാളുടെ കോൺട്രാക്ച്വൽ ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Then അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സ്. ഇവിടെ രണ്ടാമത്തെ ലയബിലിറ്റിയുടെ ഒരു രണ്ടാമത്തെ റൂൾ കൂടെ പറയുന്നുണ്ട്. where the performance of the contract does not depend on the personal skill of the promisor and the contract is one that could be performed by another, such contracts can be assigned. ഇനി പെർഫോമൻസിന് പ്രോമിസറിന്റെ വ്യക്തിപരമായ കഴിവ് ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിലും പെർഫോം ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓബ്ലിഗേഷൻസ് അസൈൻ ചെയ്യാമെന്നാണ് നിയമം പറയുന്നത്. Then assignment of contractual rights. The rights and benefits under a contract can be assigned. അതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. Contractual rights and contractual benefits can be assigned without any legal restriction. Then ഇതിനും ചില നിയമങ്ങൾ പറയുന്നുണ്ട്. The right and benefits under a contract not involving personal skill may be assigned subject to all equities between the original parties. അപ്പം ആ ഒറിജിനൽ പാർട്ടികളുടെ ഇടയിലുള്ള എല്ലാ കണ്ടീഷൻസും ഉൾപ്പെടെ വേണമെങ്കിൽ ഇത് നമുക്ക് അസൈൻ ചെയ്യാം. സെക്കൻഡ്ലി, an actionable claim can also be assigned. Actionable claims can be always assigned. Then secondly, contractual എന്താ assignment of contracts. The second one, first one is by the act of the parties, second one is operation of law. നിയമം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോൺട്രാക്ച്വൽ റൈറ്റ്സും ഓബ്ലിഗേഷൻസും അസൈൻ ചെയ്യാറുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അസൈൻമെന്റ് ഓഫ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അണ്ടർ എ കോൺട്രാക്ട് മേ ടേക്ക് പ്ലേസ് ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോ. നിയമത്തിന്റെ പ്രവർത്തനത്തിലൂടെയും അസൈൻമെന്റ് സംഭവിക്കാം. ദിസ് ടേക്ക് പ്ലേസ് ഇൻ ദി ഫോളോയിങ് ടു കേസസ്. ഇപ്പം ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോ കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ് ആർ അസൈൻ under the following cases. രണ്ട് സാഹചര്യങ്ങളിലാണ്. നമ്പർ 1, ഡെത്ത് ഓഫ് ദി പാർട്ടി ടു എ കോൺട്രാക്ട്. കോൺട്രാക്റ്റിലെ ഒരു പാർട്ടി മരിക്കുകയാണ് എങ്കിൽ, ഇൻ കേസ് ഓഫ് ദി ഡെത്ത് ഓഫ് വൺ ഓഫ് ദി കോൺട്രാക്ടിംഗ് പാർട്ടീസ്, ഹിസ് റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ് ഡിവോൾവ് ഓൺ ഹിസ് ലീഗൽ ഹയേഴ്സ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് കോൺട്രാക്ട് റിക്വയറിംഗ് പേഴ്സണൽ സ്കിൽ ഓർ എബിലിറ്റി. പേഴ്സണൽ സ്കില്ലും എബിലിറ്റിയും ഇൻവോൾവ് ചെയ്യാത്ത കേസിൽ കോൺട്രാക്റ്റിലെ ഒരു പാർട്ടി മരിക്കുകയാണെങ്കിൽ, on the death of a party to the contract,
ദെൻ ഇതിൻ്റെ റൈറ്റ്സും ഒബ്ലിഗേഷൻസും അയാളുടെ ലീഗൽ ഹയേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോ. ദെൻ സെക്കൻഡ്ലി, ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി, ഒരാളെ ഇൻസോൾവൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസോൾവൻറ്റ് പേഴ്സണിൻ്റെ റൈറ്റ്സും ഓബ്ലിഗേഷൻസും ഒഫീഷ്യൽ റിസീവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോ. ഇപ്പോൾ ഇൻസോൾവൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇൻസോൾവൻസിൻ്റെ അവകാശങ്ങളെല്ലാം ഇല്ലാതാകുകയും റൈറ്റ്സും ഓബ്ലിഗേഷൻസും ഒഫീഷ്യൽ റിസീവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതും ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. നെക്സ്റ്റ് വി ഷാൽ ഡിസ്കസ് അബൌട്ട് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ആൻഡ് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ ഡിസ്ചാർജും റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും. ഒരു ബ്രീച്ച് ഓഫ് കരാറിൻ്റെ ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ അഗ്രീവ്ഡ് പാർട്ടി ഓർ ഇൻജുവേർഡ് പാർട്ടി, വാട്ട് ആർ ദി റെമഡീസ് അവൈലബിൾ? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കരാർ ലംഘിക്കപ്പെടുന്നു. When one of the parties to a contract fails to perform his respective obligation or refuses to perform his respective obligation. ഒരു കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി അയാളുടെ ഓബ്ലിഗേഷൻ പെർഫോം ചെയ്യുന്ന റെഫ്യൂസ് ചെയ്യുക, പെർഫോം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറുക, റെഫ്യൂസ് ചെയ്യുക, ഓർ ഫെയിൽസ് ടു പെർഫോം വരുന്നത് എപ്പോഴാണ്? ഓൺ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ്. പെർഫോം ചെയ്യേണ്ട ദിവസമായപ്പോൾ ഒരു പാർട്ടി പിന്മാറിക്കഴിഞ്ഞാൽ, പെർഫോം ചെയ്യാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഫെയിൽസ് ടു പെർഫോം ആണ്. ഇനി നേരത്തെ തന്നെ ഇയാൾ അറിയിക്കുകയാണ് ഞാനത് പെർഫോം ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുൻകൂട്ടി തന്നെ. അപ്പം ഫെയിൽസ് ടു പെർഫോം, റെഫ്യൂസ് ടു പെർഫോം, ഈ രണ്ട് കേസിലും ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടാകും. ഇനി ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് പല രീതിയിലുണ്ട്. പല രീതിയിൽ നമുക്കെന്താ കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ് ക്യാൻ ബി ഡിസ്ചാർജ്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് നമുക്കെന്താ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പാർട്ടീസ് ടു എ കോൺട്രാക്ട്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് മീൻസ് termination of the contractual relationship between the parties to a contract. Then where the rights and obligations created by contract comes to an end. On discharge of a contract, the rights and obligations created by a contract comes to an end. The contract is said to be discharged. ഇപ്പോൾ എന്താ കോൺട്രാക്ട് ഡിസ്ചാർജ് ആകുന്നു. കോൺട്രാക്ച്വൽ റൈറ്റ്സ് ഓബ്ലിഗേഷൻസും അവസാനിക്കുന്നതോടുകൂടി ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ആകുന്നു. ഇനി നമുക്കൊരു കോൺട്രാക്ട് ഡിസ്ചാർജ് ആകാൻ പല മാർഗങ്ങളുണ്ട്. മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്ട്. ദി ഫസ്റ്റ് വൺ ഈസ് ബൈ പെർഫോമൻസ്. ഇതാണ് ഏറ്റവും ആദ്യത്തെ എന്താ ബൈ പെർഫോമൻസ്. പെർഫോമൻസ് എന്തൊക്കെയാണ്? വെൻ ബോത്ത് ദി പാർട്ടീസ് ടു എ കോൺട്രാക്ട് പെർഫോം their respective part of obligations or their respective obligation, the contract is said to be discharged by performance. കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടിക്കാരും അവരുടെ ഓബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. ഇവിടെ എന്താ എ ബിയുമായിട്ടൊരു കാർ വിൽക്കാനുള്ള കരാറിൽ ഏർപ്പെടുന്നു. എ ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ടു ബി ഫോർ ₹2 lakhs ഓൺ ദി സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ്. എ എന്തായെന്ന് എ സൈൻ ദി സെയിൽ ഡീഡ് ആൻഡ് ഹാൻഡ് ഓവർ ദി കീ ടു ബി ആൻഡ് ബി ഹാൻഡ് ഓവർ ₹2 lakhs ടു എ. ഇവിടെ എന്താ ആ കരാർ അവസാനിക്കുന്നു ബൈ പെർഫോമൻസ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ മീൻസ് ആണ് ബൈ പെർഫോമൻസ്. പെർഫോമൻസിലൂടെ നമുക്ക് ഒരു കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാം. ദെൻ പെർഫോമൻസ് തന്നെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ ആക്ച്വൽ പെർഫോമൻസും അറ്റൻഡഡ് പെർഫോമൻസ് ഓഫ് ടെൻഡർ. ആക്ച്വൽ പെർഫോമൻസും പെർഫോമൻസ് ക്യാൻ ബി 2 ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ പെർഫോമൻസ് മെയിൻലി ഓഫ് 2 ways. രണ്ട് രീതിയിലുണ്ട്. ആക്ച്വൽ പെർഫോമൻസും അറ്റൻഡഡ് പെർഫോമൻസ് ഓഫ് ടെൻഡർ. ആക്ച്വൽ പെർഫോമൻസ് എന്താ? When both the parties perform their respective promises, the contract is discharged. When both the parties perform their respective obligation, രണ്ട് പാർട്ടിക്കാരും അവരുടെ ഓബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ the contract is discharged by actual performance. The performance should be complete. Performance എന്താ? കംപ്ലീറ്റ് ആയിരിക്കണം. It should be according to the terms of the agreement. എഗ്രിമെൻറ്റിൻ്റെ ടേംസ് പ്രകാരം രണ്ട് പാർട്ടിക്കാരും അവരുടെ ഓബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ദി കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ് ബൈ ആക്ച്വൽ പെർഫോമൻസ്. സെക്കൻഡ്ലി ദർ ഈസ് അറ്റൻഡഡ് പെർഫോമൻസ് ഓർ ടെൻഡർ. ദി പ്രോമിസർ ഹു ഈസ് ബൗണ്ട് ടു പെർഫോം ഹിസ് ഓബ്ലിഗേഷൻ അണ്ടർ ദി കോൺട്രാക്ട് മേ മേക്ക് ആൻ ഓഫർ ടു പെർഫോം ഹിസ് ഓബ്ലിഗേഷൻ. ടെൻഡർ എന്താ? ഓഫർ ടു പെർഫോം ഹിസ് ഓബ്ലിഗേഷൻ ബൈ ദി പ്രോമിസർ. പ്രോമിസർ
gives an offer to the promisee for performance, then this offer is called attended performance or tender. ഇതാണ് നമ്മൾ എന്താ അറ്റൻഡഡ് പെർഫോമൻസോ ടെൻഡറോ ആയിട്ട് കണക്കാക്കുന്നത്. എ വാലിഡ് ടെൻഡർ ഈസ് ഇക്വിവലന്റ് ടു പെർഫോമൻസ് ഓർ വാലിഡ് ടെൻഡർ ഈസ് ഇക്വിവലന്റ് ടു ആക്ച്വൽ പെർഫോമൻസ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ടെൻഡർ ഫോർ മണി. ഒരു വാലിഡ് ടെൻഡർ ആക്ച്വൽ പെർഫോമൻസ് തുല്യമായിട്ട് കണക്കാക്കുന്നു എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ടെൻഡർ ഫോർ മണി. Then if the promisee does not accept the tender of performance, the promisee will discharge from his liability. പ്രോമിസി ഈ ടെൻഡർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പ്രോമിസറെ നിയമം അയാളുടെ ലയബിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുകയും ആൻഡ് ദി പ്രോമിസർ ഷാൽ നോട്ട് ബി ലയബിൾ ഫോർ നോൺ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. ഒരു ടെൻഡർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പ്രോമിസർ അയാളുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ആകും, പിന്നീട് പ്രോമിസറെ ലയബിൾ ആക്കാൻ പറ്റുകയില്ല. അപ്പം ഇതാണ് ആദ്യത്തെ ഒരു മാർഗം. എന്താ? ആദ്യത്തെ ബൈ പെർഫോമൻസ്. ദെൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഒരു മാർഗം എന്താ? ബൈ എഗ്രിമെൻ്റ് ഓർ കൺസെൻറ്റ്. എഗ്രിമെൻ്റോ കൺസെൻറ്റോ, അപ്പോൾ രണ്ട് പാർട്ടിക്കാരുടെയും ഒരു എഗ്രിമെൻറ്റിലൂടെ സമ്മതത്തോടു കൂടി ആ കോൺട്രാക്റ്റ് അത് അവസാനിപ്പിക്കുന്നു. രണ്ട് പാർട്ടിക്കാരും പെർഫോം ചെയ്തിട്ടല്ല, രണ്ട് പാർട്ടിക്കാരുടെയും മ്യൂച്വൽ എഗ്രിമെൻറ്റിലൂടെ ഒരു കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ദ കോൺട്രാക്ട് എഗ്രിമെൻ്റ് ഓർ കൺസെൻറ്റ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ഓഫ് ദി കൺസേൺ പാർട്ടീസ്. അത് പല രീതിയിലുണ്ട്. ആദ്യത്തേതാണ് നൊവേഷൻ. നൊവേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ബൈ എ ന്യൂ കോൺട്രാക്ട്. നൊവേഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ബൈ എ ന്യൂ കോൺട്രാക്ട്. ദെൻ അതൊരു എക്സാമ്പിൾ കൊടുക്കുക. സെക്കൻഡ്ലി ഓൾട്രേഷൻ. എന്തെങ്കിലും ആദ്യത്തെ ഇനീഷ്യൽ കോൺട്രാക്ട്സിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുത്തി പുതിയൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പഴയ ആ കോൺട്രാക്റ്റ് അവസാനിക്കും, പുതിയൊരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നു. ദ ടേം ഓൾട്രേഷൻ, ചേഞ്ച് ഇൻ വൺ ഓർ മോർ ടേംസ് ഓഫ് ദി കോൺട്രാക്ട്. ദെൻ റെസിഷൻ. റെസിഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്ട്. ഇപ്പോൾ കോൺട്രാക്റ്റിലെ പാർട്ടിക്കാർ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദി കോൺട്രാക്ട് ഈസ് സെറ്റ് ടു ബി ഡിസ്ചാർജ് ബൈ റെസിഷൻ. എഗ്രിമെൻറ്റിലൂടെ രണ്ട് പാർട്ടിക്കാരും കോൺട്രാക്റ്റ് പിന്മാറുന്നു, അവർ ഉപേക്ഷിക്കുകയാണെങ്കിൽ ദി കോൺട്രാക്ട് ഈസ് സെറ്റ് ടു ബി ഡിസ്ചാർജ് ബൈ റെസിഷൻ. അപ്പം ഒരു എന്തെങ്കിലും കാരണവശാൽ എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്, കുറേ ലക്ഷറി ഗുഡ്സിൻ്റെ സപ്ലൈക്ക് വേണ്ടി. അപ്പോൾ ആ ടൈം ആയപ്പോഴേക്കും ലക്ഷറി ഗുഡ്സ് എന്താ, അത് ഔട്ട് ഓഫ് ഫാഷൻ ആയിപ്പോയി, പിന്നീട് ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്തിട്ട് കാര്യമില്ല. രണ്ട് പാർട്ടിക്കാരും കൂടി എയും ബിയും കൂടി എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു, ആ കോൺട്രാക്റ്റ് ഉപേക്ഷിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്? ആ കോൺട്രാക്റ്റ് അത് ഡിസ്ചാർജ് ബൈ റെസിഷൻ, നമ്മൾ ഉപേക്ഷിക്കുക ചെയ്യുന്നത്. ദെൻ റെമിഷൻ എന്താ? The term remission may be defined as acceptance of lesser sum of money. Remission means acceptance of lesser sum of money than what actually due under the contract. കോൺട്രാക്റ്റിൽ കിട്ടാനുള്ളതിനേക്കാളും കുറഞ്ഞൊരു തുക സ്വീകരിച്ച് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആക്കുന്നു. 5000 രൂപ കിട്ടാനുള്ളിടത്ത് 4000 രൂപ സ്വീകരിച്ചിട്ട് ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ദി കോൺട്രാക്ട് ഈസ് സെറ്റ് ടു ബി ഡിസ്ചാർജ് ബൈ റെമിഷൻ. ഇനി വെയ്വർ, giving up the rights by the party who is entitled to claim the performance of the contract. ഇപ്പോൾ കോൺട്രാക്റ്റിൽ ആർക്കാണോ പെർഫോമൻസ് ക്ലെയിം ചെയ്യാവുന്നത് അയാളുടെ അവകാശങ്ങൾ ഉപേക്ഷിക്കുന്നു. എന്താ? ദാറ്റ് ഈസ് കോൺട്രാക്ട് ഈസ് സെറ്റ് ടു ബി ഡിസ്ചാർജ് ബൈ വെയ്വർ. കോൺട്രാക്റ്റിലെ പാർട്ടി എന്താ? അവിടെ ഒരു പ്രോമിസി അയാളുടെ റൈറ്റ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ദി കോൺട്രാക്ട് ഈസ് സെറ്റ് ടു ബി ഡിസ്ചാർജ് ബൈ വെയ്വർ. ദെൻ മെർജർ ഉണ്ട്. ഇൻഫീരിയർ റൈറ്റ്സിനെ സുപ്പീരിയർ റൈറ്റ്സുമായിട്ട് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു സുപ്പീരിയർ റൈറ്റ്സ്, എന്താണ് അത് നമ്മൾ മെർജർ എന്ന് പറയുന്നത്. അപ്പം മെർജർ ഇൻഫീരിയർ റൈറ്റ്സ് വാനിഷ് ആൻഡ് ഓർ നോട്ട് ടു ബി എൻഫോഴ്സ്. ഇൻഫീരിയർ റൈറ്റ്സ് അതിനൊരു എക്സാമ്പിൾ ആവാം. എ ഹോൾസ് എ പ്രോപ്പർട്ടി ഓഫ് ബി അണ്ടർ എ ലീസ്. എ ഹോൾസ് എ പ്രോപ്പർട്ടി ഓഫ് ബി അണ്ടർ എ ലീസ്. ഇപ്പം ബിയുടെ പ്രോപ്പർട്ടി എന്താണ്? ലീസിന് എടുത്തിരിക്കുകയാണ്. എ ലേറ്റർ ബൈസ് ദി സെയിം പ്രോപ്പർട്ടി. ഇപ്പം ലീസിന് എടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി എ പിന്നീട് വാങ്ങുന്നു. In this case, A becomes the owner of the land and his rights as lessee merge into the rights as owner. ലീസിന് എടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി വാങ്ങിക്കഴിയുമ്പോൾ എന്താ? ലെസ്സിയുടെ അവകാശം ഓണറിൻ്റെ അവകാശമായിട്ട് മാറുന്നു. Thus his rights as lessee vanish and are not to be enforced. അപ്പം ലെസ്സിയുടെ അവകാശം ഇല്ലാതാകുന്നു, അത് വീണ്ടും എൻഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. Then accord and satisfaction. The two terms are used in English law. Accord means the promise to accept lesser amount than what is due under a contract. Accord means
ദി പ്രോമിസ് ടു അക്സെപ്റ്റ് ലെസർ എമൗണ്ട് ദാൻ വാട്ട് ഈസ് ഡ്യൂ അണ്ടർ എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് പ്രകാരം കിട്ടുന്നതിനുള്ളതിൽ നിന്നും കുറഞ്ഞൊരു തുക സ്വീകരിക്കാമെന്നുള്ള ഒരു എഗ്രിമെന്റ് എന്താണ്? അത് അക്കോർഡാണ്. ദെൻ സാറ്റിസ്ഫാക്ഷൻ മീൻസ് ആക്ച്വൽ പേയ്മെന്റ് ഓഫ് ലെസർ എമൗണ്ട്. സാറ്റിസ്ഫാക്ഷൻ എന്താ? കൊടുക്കാനുള്ളതിനേക്കാളും കുറഞ്ഞൊരു തുകയാണ് കൊടുക്കുന്നതെങ്കിൽ അത് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് മാറും. കിട്ടാനുള്ളതിനേക്കാളും കുറഞ്ഞത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് അക്കോർഡും, കൊടുക്കാനുള്ളതിനേക്കാളും കുറഞ്ഞ തുകയാണ് പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ അത് സാറ്റിസ്ഫാക്ഷനുമാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ owed B ₹5,000. B later B agreed to accept 4,000 in full satisfaction of his claim. A owed B. എന്താ? എ ബിക്ക് 5,000 രൂപ കൊടുക്കാനുണ്ട്. പിന്നീട് ബി അക്സെപ്റ്റ് ചെയ്ത്, നീ എനിക്ക് 4,000 രൂപ തന്നാൽ മതി ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫുൾ ക്ലെയിം. വെൻ ₹4,000 ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ എ. 4,000 രൂപ എ ബിക്ക് കൊടുക്കുമ്പോൾ, ആക്ച്വലി പേയ്മെന്റ് നടത്തുമ്പോൾ, ആൻഡ് ബി accepted by B, there is accord and satisfaction, and original debt of ₹5,000 is discharged. In this case, accepting 4,000 is an accord and actual payment of 4,000 is satisfaction. അപ്പം 4,000 രൂപ അക്സെപ്റ്റ് ചെയ്യുന്ന അക്കോർഡും 4,000 രൂപയുടെ പേയ്മെന്റ് വരുന്നത് സാറ്റിസ്ഫാക്ഷനുമാണ്.